അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ബിറ്റ് കോയിൻ ഇനിയൊരു ക്രാഷിലോട്ട് വരും. അപ്പം എന്തൊക്കെയായാലും അടുത്തൊരു ലിക്വിഡേഷൻ്റെ വീണ്ടും വരും. അതിൻ്റെ ഇപ്പം ട്വിറ്ററിലാണെങ്കിലും കുറച്ച് മുമ്പ് നമ്മുടെ വാച്ചർ ഗുരു എന്നുള്ള ആ ഒരു എക്സിൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇന്നും ഇത്ര ലിക്വിഡേഷൻ അടിച്ച് പോയിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് സഡനായിട്ട് തന്നെ ക്രാഷായി. കഴിഞ്ഞ ആഴ്ചയും ക്രാഷായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് തിങ്കളാഴ്ച ആയപ്പോൾ ഈ ഒരു തിങ്കളാഴ്ച നല്ല രീതിയിൽ ക്രാഷായി. അപ്പോൾ 90,300 വരെ എത്തി. അപ്പോൾ ആൾട്ടോയിനാണെങ്കിൽ രാവിലെ തൊട്ട് തന്നെ ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ നോക്കിയറിയാം, ആൾട്ടോയിനൊന്നും വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. ഇപ്പം 4 മണിക്കൂറത്തെ ചാർട്ട് നോക്കിയാലും കഴിഞ്ഞ ആഴ്ച ആ ഒരു ഡംപ് ഉണ്ടായതിനു ശേഷം നിങ്ങൾ നോക്കിയറിയാം വലിയ രീതിയിൽ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഏത് ആൾട്ടോയിനായാലും 10, 20, ചില 30% വരെ ഡംപായിട്ടുണ്ട്. അപ്പം 5-6% കൂടുതൽ ഡമ്പാണ്. അതിലോട്ട് മുകളിലോട്ടാണ് ആൾട്ടോയിനെല്ലാം ഡംപ് അയക്കുന്നത്. നിങ്ങൾ നോക്കിയറിയാം എല്ലാം തിരിച്ച് കയറും. അപ്പം ഈ ഒരു ഏരിയ ഇനിയിപ്പോൾ നമുക്കൊരു ഏരിയ എന്ന് വെച്ചാൽ 88, 87 അല്ലെങ്കിൽ ചിലപ്പോൾ 89 വരെ എത്തിയിട്ട് വീണ്ടും ഒരു പെട്ടെന്നായിരിക്കും ആ ഒരു കറക്ഷനിലോട്ട് ഒരു മാർക്കറ്റ് എത്തുന്നത്. അപ്പോഴും അടുത്തൊരു ലിക്വിഡേഷനും അടിക്കാൻ സാധ്യതകൾ കൂടുതലാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൂടുതൽ പാനിക്കായിട്ട് അയ്യോ ഇപ്പം ബൈ ചെയ്യാൻ പറ്റത്തില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ബൈ ചെയ്യാം. നിങ്ങൾ 5x അതിൽ താഴെയൊക്കെ ലിവറേജ് മാത്രം എടുത്ത് ആൾട്ടോയിലായാലും ബൈ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ സ്പോട്ടിൽ മേടിക്കാനാണെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം. ഇഷ്ടമുള്ള കോയിനുകൾ, നല്ല കോയിനുകൾ മാത്രം നോക്കുക. ഓക്കെ, ആർബിട്രോ നോക്കുക ഇപ്പം. ഓക്കെ, അതുകൊണ്ട് തന്നെ ആപ്റ്റോസ്, സൂയി എല്ലാം ഡംപായി, വേംഹോള് എല്ലാം ഡംപായിട്ടുണ്ട്. ഇപ്പോൾ ടോണായാലും ഡംപായി. XRP നമ്മൾ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. XRP ഓൾറെഡി ഇപ്പം $1 കിടന്നത് ഇപ്പം $2 കൂടുതലാണ്. XRP നമ്മൾ കൂടുതൽ കോപ്പി ചെയ്യുന്നില്ല. ബാക്കിയെല്ലാം പ്രൊജക്റ്റുകൾ ഇപ്പോൾ സോണിക് എന്ന് പറയുന്നത് ഫാൻറ്റത്തിൻ്റെ ആണ്, ആ ഒരു പേര് മാറ്റി വന്നതാണ്. അതും ഇപ്പം നല്ല രീതിയിൽ ഡംപായി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബൈ ചെയ്യാം. ആരും പാനിക്കൊന്നും ആവണ്ട. ആരും ഇപ്പോൾ ഈ ഒരു മാർക്കറ്റ് ക്രാഷ് ടൈമിലൊന്നും ആരും വീഡിയോ ഒന്നും ഇടാറില്ല. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ചിലപ്പോൾ പമ്പാകുമ്പോൾ ചിലപ്പോൾ വീഡിയോ ഇടാൻ വൈകിയെന്ന് വരും. എന്നിരുന്നാലും മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് പറഞ്ഞ് വലിയ ലിവറേജ് ഒന്നും എടുത്ത് ബൈ ചെയ്യരുത്. അപ്പം ആരും പാനിക്കോ കാര്യങ്ങളോ ഒന്നും ആവണ്ട. BTC തിരിച്ച് കയറും. ഇനിയും ചിലപ്പോൾ ഒരു 88, 87 ഒന്ന് എത്തിയിട്ട് തിരിച്ച് നല്ല രീതിയിൽ പമ്പിലോട്ട് വരും. ഏതാനും ദിവസങ്ങൾക്കകം BTC നല്ല രീതിയിൽ പമ്പാവും. ആൾട്ടോയിനൊക്കെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആൾട്ടോയിനും നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസം. ഒരു പകുതിയൊക്കെ ആകുമ്പോൾ, അതായത് ഒരു 15, 16 ഒക്കെ തീയതി തൊട്ട് ആൾട്ടോയിനും പമ്പായി തുടങ്ങും. അതുകൊണ്ട് ആരും പാനിക്കോ കാര്യങ്ങളോ ഒന്നും ആവണ്ട. അപ്പം എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക, ബൈ ചെയ്യുക, വലിയ ലിവറേജ് എടുക്കാതിരിക്കുക. അപ്പം പേടിക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.